മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ചമ്മന്തി അരച്ചാലോ? എന്ത് ചമ്മന്തിയാണെന്ന് അറിയണ്ടേ? ഉണ്ടോ? മാങ്ങാ ചമ്മന്തി. ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാമേ. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഹാനോ കിച്ചൺ, കേരളം ബൈ ശോശാമ്മ. ആദ്യം നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ ഓരോന്ന് പറയാം. കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളകായാലും മതി കേട്ടോ. ഇഞ്ചി, കരിയാപ്പില, ഉള്ളി, പാകത്തിന് ഉപ്പ് എല്ലാം ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരയ്ക്കാം. കാന്താരി, ഇഞ്ചിയും കരിയാപ്പില എല്ലാം കൂടെ നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഇതിൻ്റെ തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞിട്ട്. മാങ്ങയും കാന്താരി, ഇഞ്ചി, ഉള്ളി, കരിയാപ്പില, പാകത്തിന് ഉപ്പ് എല്ലാം കൂടെ അരച്ചെടുത്തത്. നമുക്ക് എന്നിട്ട് ആ തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ഒരു മാങ്ങാ ചമ്മന്തി. വീഡിയോ ഒരു കൈ കൊണ്ട് തന്നെ കേട്ടോ പിടിക്കുന്നത്, അതാണ് ഇങ്ങനെ. നമുക്ക് ചമ്മന്തി എന്തായെന്ന് നോക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഹാനോ കിച്ചൺ, കേരളം ബൈ ശോശാമ്മ. ചമ്മന്തി എന്തായാലും നോക്കാം. കണ്ടോ, ചമ്മന്തി റെഡിയായി. നല്ല ചമ്മന്തി, നല്ല കണ്ടോ മാങ്ങാ ചമ്മന്തി കണ്ടോ.
കണ്ടോ? എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആരെങ്കിലും കൂടുന്നുണ്ടോ? ചമ്മന്തി ഉപ്പുണ്ടോ എന്ന് നോക്കാൻ. നല്ല തൂക്കി ചേർത്തോണം. പാകത്തിന് ഉപ്പ്, എരിവ്, പുളിയ്. ഇത് മോൻ്റെ പാട്ടാ. അത് അവൻ എഴുതിയ പാട്ടാണ്. ബിനു എഴുതിയ പാട്ട്. ഒരു പാട്ട് പാടി തീർത്തപ്പോഴത്തേക്ക് ചമ്മന്തി അരച്ച് തീർന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. മാങ്ങാ ചമ്മന്തി. പച്ചമാങ്ങ കൊണ്ട് ചമ്മന്തി അരച്ചത്. മാങ്ങായ ചമ്മന്തി എന്തെല്ലാം ചേർത്തെന്ന് ഒന്നും കൂടെ പറയാം. ഇഞ്ചി, കാന്താരി, ചുമന്നുള്ളി, ഉപ്പ് പാകത്തിന്, മാങ്ങ, തേങ്ങ എല്ലാം കൂടെ ഓരോന്നോരോന്ന് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരച്ചാൽ ഇങ്ങനെ ആവില്ല, പൊടിഞ്ഞ് കിട്ടൂല കേട്ടോ. എല്ലാം കൂടെ അരയാതെ കിടക്കത്തേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരുപോലെ അരിഞ്ഞെടുത്ത്. ആദ്യം കാന്താരി, ഇഞ്ചിയും പച്ചമുളകും, കാന്താരി, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടെ പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ചു. പിന്നെ മാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ അവസാനം തേങ്ങ ഇട്ട് കൊടുത്തു. കണ്ടോ, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ചമ്മന്തി. തുള്ളി വെള്ളമയം ചേർക്കാതെ അരച്ചെടുത്ത്. നല്ല പഴയ കാലത്തൊക്കെ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന പോലുള്ള. ചപ്പാത്തി തിന്നാം, റൊട്ടി തിന്നാം. റൊട്ടിക്ക് നല്ലതാണ്. പൊറോട്ട തിന്നാം, ഇടിയപ്പം, പുട്ട്, ചക്ക, കപ്പ, ചോറ് എല്ലാം കഴിക്കാം. നമുക്ക് ഓഫീസിലൊക്കെ കറിക്ക് പകരം കൊണ്ടുപോകാനും നല്ല ചമ്മന്തിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മാങ്ങാ ചമ്മന്തി. അധികം മൂക്കാത്ത മാങ്ങ ആയതുകൊണ്ടാണ് മാങ്ങയുടെ നിറം കണ്ടോ. യേശുവേ